പീസ് ആൻഡ് ജോയ്. നവീകരിക്കപ്പെട്ട പൊർസ്യൂങ്കള ദേവാലയത്തിലെ പ്രഥമ ബലിയർപ്പണം നടന്നുകൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ കുർബാന മധ്യയെ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിൽ നിന്നുള്ള വായനയാണ് അന്ന് വൈദികൻ തിരഞ്ഞെടുത്തത്. നിങ്ങൾ യാത്രയിൽ വടിയോ സഞ്ചിയോ രണ്ടുടുപ്പോ കാലിൽ ചെരുപ്പോ കരുതരുത്. നിങ്ങൾ പോകുന്ന ഇടങ്ങളിലെല്ലാം സമാധാനം ആശംസിക്കണം. സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടുവിൻ എന്ന് അവരോട് പ്രസംഗിക്കുക. ഈ സന്ദേശം ഉൾക്കൊള്ളുന്ന തിരുവചന ഭാഗം ഫ്രാൻസിസിൽ വളരെ ആഴത്തിൽ പതിഞ്ഞു. ഉണങ്ങിക്കിടക്കുന്ന പുല്ലിലേക്ക് ഒരു തീപ്പൊരി വീണതുപോലെ ഈ ലോകത്തോടുള്ള എല്ലാ മമതകളും വിട്ടുപേക്ഷിച്ച് ദൈവവചനത്തിന് വേണ്ടി ദാഹിച്ചിരുന്ന ഫ്രാൻസിസിൻ്റെ ഉള്ളിലേക്ക് ഒരു അഗ്നിയായിട്ട് ആ വചനം ആഴ്ന്നിറങ്ങി. അപ്പസ്തോലന്മാരിൽ അഗ്നിനാവുകളുടെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് കടന്നു വന്നതുപോലെ ദൈവവചനത്തിന് ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ പരിശുദ്ധ അമ്മയുടെ മനോഭാവത്തിൽ ഒരു മനുഷ്യൻ ദൈവവചനത്തെ സ്വീകരിക്കാൻ തയ്യാറായപ്പോൾ ആത്മാവും ജീവനുമായ വചനം അവൻ്റെ ഉള്ളിൽ ഒരു പുത്തൻ പന്തക്കുസ്ത അനുഭവം സൃഷ്ടിച്ചു. വിശുദ്ധ കുർബാന കഴിഞ്ഞപ്പോൾ ആ വൈദികനോട് തന്നെ ഫ്രാൻസിസ് ഇതിൻ്റെ വ്യാഖ്യാനം ഒരിക്കൽ കൂടി ചോദിച്ചറിഞ്ഞു. താൻ ഗ്രഹിച്ച ആ വ്യാഖ്യാനം തന്നെയാണെന്ന് ഫ്രാൻസിസ് അത് ദൈവസ്വരമാണെന്ന് ആ നിമിഷം തിരിച്ചറിയുകയാണ്. എൻ്റെ വഴി അല്പം വ്യത്യസ്തമാണ്. ഫ്രാൻസിസ് ഏത് പുൽമൈതാനത്താണെങ്കിലും, ഏത് കൊടുങ്കാട്ടിലാണെങ്കിലും, ഏത് ജീർണിച്ച ദേവാലയത്തിനുള്ളിലാണെങ്കിലും, ഏത് ഒറ്റപ്പെട്ട മൂലകളിലാണെങ്കിലും ഫ്രാൻസിസ് പ്രാർത്ഥിച്ചിരുന്നതിന് ഒരു ശൈലി ഉണ്ടായിരുന്നു. എൻ്റെ ദൈവമേ, ഞാൻ എന്താണ് നിനക്ക് വേണ്ടി ചെയ്യേണ്ടത്? എൻ്റെ ക്രിസ്തുനാഥ, ഞാൻ എന്താണ് നിനക്ക് വേണ്ടി ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യമാണ് ഫ്രാൻസിസിൻ്റെ പ്രാർത്ഥനയെന്ന് ലിയോ സഹോദരൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവമേ, ഞാൻ എന്താണ് നിനക്ക് വേണ്ടി ചെയ്യേണ്ടത്? കർത്താവെ, ഞാൻ എന്താണ് നിനക്ക് വേണ്ടി ചെയ്യേണ്ടത്? ആ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് ഫ്രാൻസിസിനെ 3 തലത്തിലാണ് ആ ദൈവവചനം സ്പർശിച്ചത്. മാനസാന്തരത്തിൻ്റെ ആദ്യ നിമിഷത്തിൽ മാനസികമായ തലത്തിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചു. എല്ലാറ്റിനോടും ഒരു സർവം മായ എന്ന് പറയുന്നത് പോലെ എല്ലാറ്റിനോടും ഒരു വിരക്തി ഫ്രാൻസിസിനുള്ളിൽ ജനിക്കുകയാണ്. അതുവരെ ആനന്ദകരമായി തോന്നിയതിനോടൊക്കെ വിട പറയാൻ ഫ്രാൻസിസിനെ അത് സഹായിച്ചു. വീണ്ടും ആ മാനസികമായ ആ ശൂന്യത, അനുഭവപ്പെട്ട ശൂന്യത ഫ്രാൻസിസിലെ ശാരീരികമായ ഒരു പ്രവർത്തന ശൈലിയിലേക്ക് കൊണ്ടുവന്നു. അത് ഒരു വെളിച്ചത്തിൻ്റെ പുറത്തായിരുന്നു നമുക്കറിയാം. ആ വെളിച്ചം ഇതാണ്: എൻ്റെ ആലയം പുതുക്കി പണിയുക. ഫ്രാൻസിസിൻ്റെ മാനസികമായ ആ ഒരു സന്തോഷമില്ലായ്മ ഫ്രാൻസിസ് കായികമായി തന്നെ നേടിയെടുക്കുന്നതിനായിട്ട് ദൈവവചനത്തോട് അനുസരണം പ്രഖ്യാപിക്കുകയാണ്. അവിടെ ദേവാലയങ്ങൾ പുനരുദ്ധരിക്കപ്പെടുകയാണ്. 3-ലധികം ദേവാലയങ്ങൾ, ആ പ്രദേശത്ത് ജീർണിച്ച ദേവാലയങ്ങൾ ഫ്രാൻസിസ് പുനരുദ്ധരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ അതിൽ പൊർസ്യൂങ്കളോയിൽ വെച്ച് കേട്ട ആ ദൈവവചനം ഫ്രാൻസിസിൻ്റെ ദൈവവിളിയുടെ അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുപോയി. അത് ദൈവവചനം ഒരു റോ മെറ്റീരിയലിനെ കാത്തിരുന്നത് പോലെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. പരിശുദ്ധ അമ്മ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞതുപോലെ തൻ്റെ ജീവിതം കൊണ്ട് ഇതാ കർത്താവിൻ്റെ ദാസൻ എന്ന് പറയാൻ തയ്യാറായ മനുഷ്യനിലേക്ക് അപ്പസ്തോലന്മാർക്ക് ലഭിച്ച അതേ പന്തക്കുസ്ത അനുഭവം സഭയിൽ ഒരു പുതിയ നവീകരണത്തിൻ്റെ, ഒരു പുത്തൻ ജനതയുടെ തുടക്കം പോലെ ഫ്രാൻസിസിലേക്ക് കയറുകയാണ്. ഫ്രാൻസിസ് ധൈര്യത്തോടുകൂടി തിരിച്ചറിഞ്ഞ് ആ വഴിയെ മുന്നേറുകയാണ്. എൻ്റെ വഴി ഇതാണ്. പരിശുദ്ധ കത്തോലിക്കാ സഭയാകുന്ന ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന ആ ദേവാലയമാണ് ഞാൻ പുതുക്കി പണിയേണ്ടത്. അതിനുവേണ്ടിയാണ് എൻ്റെ ജീവിതം സമർപ്പിക്കേണ്ടത്. ഫ്രാൻസിസ് പൊർസ്യൂങ്കളയിലേക്ക് തിരികെ കയറി അല്പനേരം കൂടി ദൈവത്തിന് നന്ദി പറഞ്ഞു. എൻ്റെ ദൈവവിളിയുടെ ആ പുതിയ വെളിച്ചം എനിക്ക് തന്നതിന്, എൻ്റെ ജീവിതത്തിൻ്റെ പുതിയ ദിശാബോധം തന്നതിന്. ഫ്രാൻസിസ് വീണ്ടും തെരുവീതികളിലേക്ക് ഇറങ്ങി. അസീസിയുടെ തെരുവിൽ അദ്ദേഹം വിളിച്ചു പറഞ്ഞു, മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. ദൈവം നമ്മുടെ പിതാവാണ്. അവൻ നമ്മളെ അത്രയധികം സ്നേഹിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ഈ തിന്മയുടെ വഴികളൊക്കെ നമുക്ക് കൈവെടിയാം. നമുക്ക് കർത്താവിൻ്റെ വചനത്തിന് കാതോർക്കാം. ദൈവവചനം നമ്മുടെ ഹൃദയത്തിൽ മറിയത്തിൽ എന്നതുപോലെ മാംസം ധരിക്കട്ടെ, നമ്മുടെ ജീവിതങ്ങളെ നവീകരിക്കട്ടെ. ഒരു പുത്തൻ പന്തക്കുസ്ത അനുഭവം, പുതിയ സ്വർഗവും പുതിയ ഭൂമിയും പുതിയ ആകാശവും ഒക്കെ നമുക്ക് അനുഭവിക്കാം. ഫ്രാൻസിസിൻ്റെ കണ്ണുനീരോടുകൂടിയുള്ള, സ്നേഹത്തോടുകൂടിയുള്ള, കൗതുകത്തോടുകൂടിയുള്ള, തീഷ്ണതയോടുകൂടിയുള്ള ആ പ്രഘോഷണം അനേക ഹൃദയങ്ങളെ സ്വാധീനിച്ചു. അനേകർ ഓടിക്കൂടി തങ്ങളുടെ പാപ വഴികൾ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ പരിശുദ്ധാത്മാവ് കാത്തിരുന്ന ആ ഒരു വയല്, വരണ്ടുണങ്ങിക്കിടന്ന വയല്, എത്രമാത്രം ദൈവ നീരുറവ അതിലേക്ക് പ്രവേശിച്ചാലും അത് കുടിക്കാനായി ദാഹത്തോട് കാത്തിരുന്ന ആ വയലിലേക്ക് ദൈവിക അരൂപി ഒരു അരുവിയായിട്ട് നിർഗളിച്ചു. ഫ്രാൻസിസിൻ്റെ ഹൃദയത്തിൽ നിന്ന് അത് അനേകരിലേക്ക് നിർഗളിക്കുകയാണ്. അപ്പോൾ ജനങ്ങൾ ആവശ്യപ്പെട്ടു തുടങ്ങി, എന്തുകൊണ്ട് നമ്മുടെ ദേവാലയത്തിൽ ഈ മനുഷ്യനെ വിളിച്ച് പ്രസംഗിച്ചുകൂടാ?
സാന്താമിയോനയിലും പൊർസ്യൂങ്കളായാലും അതുപോലെ വിശുദ്ധ ഗീവർഗീസിൻ്റെ ദേവാലയത്തിലേക്കുമൊക്കെ ക്ഷണങ്ങൾ വന്നു. ഫ്രാൻസിസ് വിശുദ്ധ ഗീവർഗീസിൻ്റെ ദേവാലയത്തിലും ഒക്കെ പോയിട്ട് വചനം പ്രഘോഷിച്ചുവെന്ന് ക്രോണിക്കൽസിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ പീക്കായും പീറ്റർ ബർണദോനും ഒരുമിച്ച് ഒരു വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ വചനം പങ്കുവച്ചത് അസിസിയിലെ ഫ്രാൻസിസ് ആയിരുന്നു. തൻ്റെ മകനായിരുന്ന ഫ്രാൻസിസിൽ നിന്ന് ദൈവിക വചനങ്ങൾ നിർഗളിക്കുന്നത് കണ്ടപ്പോൾ ആദ്യമായിട്ട് ആ മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക്, പാറ പോലെ ഇരുന്ന ഹൃദയത്തിലേക്ക് ആത്മാവിനെ നിവേശിപ്പിക്കാൻ ദൈവം തീരുമാനിച്ചു. സന്ധിബന്ധങ്ങളെയും മജ്ജയും അസ്ഥിയും ഒക്കെ തുളച്ചു കയറുന്ന ദൈവത്തിൻ്റെ വചനം ആ മനുഷ്യൻ്റെ ഹൃദയ കാഠിന്യത്തിലേക്കും പ്രവേശിച്ചു. അദ്ദേഹം പശ്ചാത്താപത്തോടെ കണ്ണുനീർ വാർത്ത് കരഞ്ഞുവെന്ന് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. പീക്കായാകട്ടെ ആനന്ദം കൊണ്ട് അവളുടെ കണ്ണ് നിറഞ്ഞു. അവളുടെ കവിളിലൂടെ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് സന്തോഷത്തിൻ്റെ അരുവികൾ കണ്ണുനീരായിട്ട് നിർഗളിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഫ്രാൻസിസ് കാത്തിരുന്നത് ദൈവവചനത്തിലെ ഒരു തെളിച്ചമാണ്. ദൈവം കാത്തിരുന്നതോ ദൈവവചനത്തിന് ഒരു റോ മെറ്റീരിയലാണ്. ഇതാ കർത്താവിൻ്റെ ദാസൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. പിന്നീട് ചരിത്രം കാണുന്നത് ഒരു പുതിയ തുടക്കമാണ്. ദൈവവചനം കാലഹരണപ്പെട്ടു എന്ന് കരുതിയ ദൈവവും ദൈവികമായ ജ്ഞാനവും വിശുദ്ധിയും ധാർമ്മികതയും ഒക്കെ ഒരു കാലഹരണപ്പെട്ട മൂല്യങ്ങളായി കരുതപ്പെട്ട ഒരു ലോകത്ത് പുതുചൈതന്യത്തോടുകൂടി പുതിയ നാമ്പുകൾ രൂപപ്പെടുകയാണ്. പുതിയ പ്രകാശം വ്യാപിക്കുകയാണ്. ജീവിതത്തിന് നവീകരണം സംഭവിക്കുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവിന് വേണ്ടി നമുക്ക് തീക്ഷ്ണമായിട്ട് ദാഹിക്കാം. അസിസിലെ ഫ്രാൻസിസ് പ്രാർത്ഥിച്ചതുപോലെ നമുക്ക് ചോദിക്കാം, ഞാൻ എന്താണ് ഇനിയും ചെയ്യേണ്ടത്? വളരെ നിസ്സാരമായ ഈ ജീവിതത്തിൽ അനന്തമായ നിത്യമായ നിത്യജീവന് വേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഇതാ കർത്താവിൻ്റെ ദാസൻ, ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് ഹൃദയം കൊണ്ട് ഏറ്റു പറയാം. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.